ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2025 പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ഡി ജീവനി. ജീവനിയാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. സ്മൈൽ. സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്മൈൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം, ലിംഗമാറ്റ ശസ്ത്രക്രിയ, ഹോർമോൺ ചികിത്സ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്മൈൽ. എന്താണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം, ലിംഗമാറ്റ ശസ്ത്രക്രിയ, ഹോർമോൺ ചികിത്സ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്മൈൽ. സ്വാസ്ഥ്യം. കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാസ്ഥ്യം. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിനും വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം. എന്താണ് സ്വാസ്ഥ്യം? ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതിനും വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം. ഡയൽ എ ഡോക്ടർ. ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഡയൽ എ ഡോക്ടർ. പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ചികിത്സാ നിർദ്ദേശങ്ങൾക്കുമായി 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഫോണിലൂടെ ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഡയൽ എ ഡോക്ടർ. എന്താണ്? പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ചികിത്സാ നിർദ്ദേശങ്ങൾക്കുമായി 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഫോണിലൂടെ ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഡയൽ എ ഡോക്ടർ. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 14405. ഏതാണ്? 14405 വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷം? ഓപ്ഷൻ ബി 2016. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഇക്യൂബ്. ഇക്യൂബാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്. ലിറ്റിൽ കൈറ്റ്സ് ആരംഭിച്ചതെന്നാണ്? 2018. 2018 ലിറ്റിൽ കൈറ്റ്സ് ആരംഭിച്ചത്. കൈറ്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ലിറ്റിൽ കൈറ്റ്സ് ആരംഭിച്ചത്. ആരൊക്കെ ചേർന്നാണ്? കൈറ്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ലിറ്റിൽ കൈറ്റ്സ് ആരംഭിച്ചത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ആനിമേഷൻ, റോബോട്ടിക്സ്, സൈബർ സുരക്ഷ തുടങ്ങിയ വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുക എന്നതാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ ലക്ഷ്യം. എന്താണ്? ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ആനിമേഷൻ, റോബോട്ടിക്സ്, സൈബർ സുരക്ഷ തുടങ്ങിയ വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുക എന്നതാണ് ലിറ്റിൽ കൈറ്റ്സിന്റെ ലക്ഷ്യം. സമന്വയ നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സമന്വയ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിശോധിച്ച് അധികമുള്ള അധ്യാപകരെ ആവശ്യമുള്ള മറ്റു സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലാണ് എന്ത്? സമന്വയ. എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിശോധിച്ച് അധികമുള്ള അധ്യാപകരെ ആവശ്യമുള്ള മറ്റു സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കുന്നതിനുള്ള ഓൺലൈൻ പോർട്ടലാണ് സമന്വയ. സമന്വയ എന്ന പേരിൽ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി കൂടിയുണ്ട്. അതെന്താണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടപ്പിലാക്കുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണത്. എന്താണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടപ്പിലാക്കുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. കൂൾ. കൂളിന്റെ പൂർണ്ണരൂപം എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് കൂളിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കൈറ്റാണ്. കൈറ്റാണ് കൂൾ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്.
അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ഓൺലൈൻ കോഴ്സുകളും പരിശീലനങ്ങളും നൽകുന്നതിനുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കൂൾ. എന്താണ്? അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ഓൺലൈൻ കോഴ്സുകളും പരിശീലനങ്ങളും നൽകുന്നതിനുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കൂൾ. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി വിദ്യാസമുന്നതി. വിദ്യാസമുന്നതിയാണ് കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര്. സ്നേഹസ്പർശം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ്? ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹപൂർവം ആരംഭിച്ചത് എന്നാണ്? 2012. 2012 സ്നേഹപൂർവം എന്ന പദ്ധതി ആരംഭിച്ചത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സ്നേഹപൂർവം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ 1 മുതൽ ഡിഗ്രി തലം വരെയുള്ള പഠനത്തിന് സഹായം നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ്? മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ 1 മുതൽ ഡിഗ്രി തലം വരെയുള്ള പഠനത്തിന് സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. വിദ്യാകിരണം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വിദ്യാകിരണം. എന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വിദ്യാകിരണം. ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് പഠനത്തിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. എന്താണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് പഠനത്തിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. നിരാലംബരും നിർധരരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ബി അഗതിരഹിത കേരളം. അഗതിരഹിത കേരളമാണ് നിരാലംബരും നിർധരരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സഫലം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് സഫലം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒറ്റത്തവണയായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒറ്റത്തവണയായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം. ലൈഫിന്റെ പൂർണ്ണരൂപം എന്താണ്? ലവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫൈനാൻഷ്യൽ എംപവർമെന്റ്. എന്താണ്? ലൈഫിന്റെ പൂർണ്ണരൂപം ലവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫൈനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് ലൈഫിന്റെ പൂർണ്ണരൂപം. ആരംഭിച്ചതെന്നാണ്? 2016. 2016 ലൈഫ് എന്ന പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് ഭവനരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതവും മാന്യവുമായ വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. എന്താണ്? സംസ്ഥാനത്ത് ഭവനരഹിതരായ എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതവും മാന്യവുമായ വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമിയില്ലാത്ത ഭവനരഹിതർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ്? ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമിയില്ലാത്ത ഭവനരഹിതർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. 1 ശുചിത്വ മാലിന്യ സംസ്കരണം, 2 ജലവിഭവ സംരക്ഷണം, 3 കാർഷിക മേഖലയുടെ വികസനം. എന്തൊക്കെയാണ്? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയാണ് ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ. ഹരിത കേരള മിഷൻ ആരംഭിച്ചതെന്നാണ്? 2016 ഡിസംബർ 8 എന്നാണ്. 2016 ഡിസംബർ 8 ഹരിത കേരള മിഷൻ ആരംഭിച്ചത്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ശുചിത്വം, ജലസമൃദ്ധി, ജലസുരക്ഷ, സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ശുചിത്വം, ജലസമൃദ്ധി, ജലസുരക്ഷ, സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് ഹരിത കേരള മിഷൻ.
സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഓപ്ഷൻ സി 150. കുറഞ്ഞത് 150 മുതിർന്ന പൗരന്മാർക്കാണ് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ താമസ സൗകര്യം നൽകേണ്ടത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ഹോപ്പാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത്. ഹോപ്പിന്റെ പൂർണ്ണരൂപം എന്താണ്? ഹെൽപ്പ്, ഒബ്സർവ്, പ്രൊട്ടക്ട് ആൻഡ് എംപവർ. എന്താണ്? ഹെൽപ്പ്, ഒബ്സർവ്, പ്രൊട്ടക്ട് ആൻഡ് എംപവർ എന്നാണ് ഹോപ്പിന്റെ പൂർണ്ണരൂപം. കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി പഠനം പൂർത്തിയാക്കാനും ജീവിത നൈപുണ്യങ്ങൾ നേടാനും സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ് ഹോപ്പിന്റെ ലക്ഷ്യം? പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി പഠനം പൂർത്തിയാക്കാനും ജീവിത നൈപുണ്യങ്ങൾ നേടാനും സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിർഭയ നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ്. ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണവും പുനരധിവാസവും നിയമസഹായവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നിർഭയ. എന്താണ്? ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണവും പുനരധിവാസവും നിയമസഹായവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നിർഭയ. അപരാജിത ജില്ലയിലെ വിധവകൾക്ക് തൊഴിൽ വരുമാനദായക പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കുക, പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ മിഷൻ മുഖേന ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപരാജിത. എന്താണ്? ജില്ലയിലെ വിധവകൾക്ക് തൊഴിൽ വരുമാനദായക പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കുക, പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ മിഷൻ മുഖേന ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപരാജിത. അടുത്തത് നോക്കുന്നത് അപരാജിത ഓൺലൈനാണ്. ആരംഭിച്ചതെന്നാണ് 2020. 2020 അപരാജിത ഓൺലൈൻ ആരംഭിച്ചത് ആരാണ്? കേരള പോലീസ്. കേരള പോലീസാണ് അപരാജിത ഓൺലൈൻ ആരംഭിച്ചത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള അപവാദ പ്രചരണം, ഭീഷണി, ഫോട്ടോ മോർഫിംഗ്, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ അറിയിക്കാനും അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനുമുള്ള സംവിധാനമാണ് അപരാജിത ഓൺലൈൻ. എന്താണ്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള അപവാദ പ്രചരണം, ഭീഷണി, ഫോട്ടോ മോർഫിംഗ്, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ അറിയിക്കാനും അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനുമുള്ള സംവിധാനമാണ് അപരാജിത ഓൺലൈൻ. പിങ്ക് പോലീസ് ആരംഭിക്കുന്നത് 2016 എന്നാണ്. 2016 പിങ്ക് പോലീസ് ആരംഭിച്ചത് കേരള പോലീസാണ്. പൊതു ഇടങ്ങളിലും ബസ്സുകളിലും സ്കൂൾ കോളേജ് പരിസരങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ തടയുക എന്നതിനു വേണ്ടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക പെട്രോളിംഗ് വാഹനങ്ങൾ സജ്ജീകരിക്കുന്നതാണ് പിങ്ക് പോലീസ്. എന്താണ്? പൊതു ഇടങ്ങളിലും ബസ്സുകളിലും സ്കൂൾ കോളേജ് പരിസരങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ തടയുക എന്നതിനു വേണ്ടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക പെട്രോളിംഗ് വാഹനങ്ങൾ സജ്ജീകരിക്കുന്നതാണ് പിങ്ക് പോലീസ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹ്യ പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി. ഓപ്ഷൻ എ സർഗവസന്തം. സർഗവസന്തമാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹ്യ പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി. സർഗവസന്തം നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സഹായഹസ്തം ആരംഭിക്കുന്നത് 2020. 2020 സഹായഹസ്തം എന്ന പദ്ധതി ആരംഭിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ധനസഹായം നൽകുന്നതാണ് സഹായഹസ്തം. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ധനസഹായം നൽകുന്നതാണ് സഹായഹസ്തം. കിളിക്കൊഞ്ചൽ. കോവിഡ് കാരണം അങ്കണവാടി പ്രവർത്തനങ്ങൾ മുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് വീടുകളിൽ വെച്ച് പഠനം തുടരാൻ സഹായിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? കോവിഡ് കാരണം അങ്കണവാടി പ്രവർത്തനങ്ങൾ മുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് വീടുകളിൽ വെച്ച് പഠനം തുടരാൻ സഹായിക്കുക എന്നതായിരുന്നു കിളിക്കൊഞ്ചൽ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികാസം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികാസം ഉറപ്പാക്കുക എന്നതായിരുന്നു കിളിക്കൊഞ്ചൽ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി.
കുടുംബശ്രീ മിഷൻ ആരംഭിച്ച വർഷം എന്നാണ്? 1998 മെയ് 17 എന്നാണ്. 1998 മെയ് 17 കുടുംബശ്രീ മിഷൻ ആരംഭിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ സംഘടനയാണ് കുടുംബശ്രീ മിഷൻ. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ സംഘടനയാണ് കുടുംബശ്രീ മിഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആരംഭിക്കുന്നതെന്നാണ്? 1999 എന്നാണ്. 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് വിപണിയിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ലക്ഷ്യം. എന്താണ്? സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് വിപണിയിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ലക്ഷ്യം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കുന്നതെന്നാണ്? 1993 എന്നാണ്. 1993 കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കുന്നത്. കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നിവ സ്ഥാപിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ലക്ഷ്യം. എന്താണ്? കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നിവ സ്ഥാപിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ലക്ഷ്യം. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഓപ്ഷൻ എ കരുത്ത്. കരുത്താണ് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ആശ്വാസകിരണം നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുക എന്നതാണ് ആശ്വാസകിരണത്തിന്റെ ലക്ഷ്യം. എന്താണ്? മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുക എന്നതാണ് ആശ്വാസകിരണം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ആശ്വാസകിരണം പദ്ധതിയിൽ പ്രതിമാസം ലഭിക്കുന്ന രൂപ എത്രയാണ്? 600. എത്രയാണ്? 600 രൂപയാണ് ആശ്വാസകിരണം പദ്ധതിയിൽ പ്രതിമാസം ലഭിക്കുന്ന രൂപ. ശ്രദ്ധ ആരംഭിക്കുന്നത് 2017 എന്നാണ്. 2017 ശ്രദ്ധ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രദ്ധ. എന്താണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രദ്ധ. 3 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പിന്തുണ നൽകി അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ശ്രദ്ധ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? 3 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പിന്തുണ നൽകി അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ശ്രദ്ധ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏത്? ഓപ്ഷൻ സി പിങ്ക് റിബൺ ക്ലബ്ബ്. ഏതാണ്? പിങ്ക് റിബൺ ക്ലബ്ബാണ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. ഓപ്ഷൻ ബി കൂട്ട്. ചിരി ആരംഭിക്കുന്നതെന്നാണ്? 2020. 2020 ചിരി എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ആരംഭിച്ചത് കേരള പോലീസാണ്. കേരള പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് കോവിഡ് കാലത്തും അല്ലാതെയും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത തടയുന്നതിനും വേണ്ടി ആരംഭിച്ച ടെലി കൗൺസിലിംഗ് ഹെൽപ്പ് ലൈൻ ആണ് ചിരി. എന്താണ്? കേരള പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് കോവിഡ് കാലത്തും അല്ലാതെയും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത തടയുന്നതിനും വേണ്ടി ആരംഭിച്ച ടെലി കൗൺസിലിംഗ് ഹെൽപ്പ് ലൈൻ ആണ് ചിരി. തുണ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് തുണ. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷയും സഹായവും പിന്തുണയും എല്ലാം നൽകുന്ന പദ്ധതിയാണ് തുണ. എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷയും സഹായവും പിന്തുണയും എല്ലാം നൽകുന്ന പദ്ധതിയാണ് തുണ.
സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഓപ്ഷൻ ബി 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരംഭിക്കുന്നതെന്നാണ് 2012. 2012 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരംഭിക്കുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സാമ്പത്തിക സുരക്ഷ. സാമ്പത്തിക സുരക്ഷയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രായപരിധി എത്രയാണ്? ഇതിന് പ്രായ നിയന്ത്രണമില്ല. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഇതിന് പ്രായ നിയന്ത്രണമില്ല. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. എന്താണ്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. വയോമധുരമാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. വയോമിത്രം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ ചികിത്സ, മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ എന്നിവ നൽകുന്നതാണ് വയോമിത്രം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ്? 65 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ ചികിത്സ, മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ എന്നിവ നൽകുന്നതാണ് വയോമിത്രം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. മന്ദഹാസം 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൃത്രിമ പല്ല് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. എന്താണ്? 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൃത്രിമ പല്ല് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആയുർവേദ മരുന്നുകളും പോഷകാഹാരവും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം. എന്താണ്? സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആയുർവേദ മരുന്നുകളും പോഷകാഹാരവും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം.